എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 7ാമത്തെ സർഗത്തിലെ 67ഉം 68ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും വസന്തമാലിക വൃത്തം തന്നെയാണ്, ഹേമന്ത ഋതുവിൻ്റെ വർണ്ണനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞു വീഴുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ്, വീടുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 67ാമത്തെ ശ്ലോകം നോക്കാം. സുഭഗാഗരുധൂപസൗരഭാണി പ്രതിസീരാവൃതജാലമണ്ഡലാനി അജയന്നബലാന്വിതായുവാനോ ഹിമമന്തർഭവനാനി സേവമാനാ. ആദ്യം പദച്ഛേദം പറയാം. സുഭഗാഗരുധൂപസൗരഭാണി പ്രതിസീരാവൃതജാലമണ്ഡലാനി അജയൻ അബലാന്വിത യുവാന ഹിമം അന്തർഭവനാനി സേവമാന. ആരും പുറത്തേക്ക് ഇറങ്ങണില്ല എന്ന് പറഞ്ഞു. ഇവിടെ വിശേഷിച്ച് യുവാക്കന്മാരായിട്ടുള്ള ആണുങ്ങളെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. യുവാക്കന്മാർ, തരുണന്മാർ എന്താണ് ആ കാലത്ത് ചെയ്തത് എന്നുള്ളത് വർണ്ണിക്കുകയാണ്. യുവാന സുഭഗാഗരുധൂപ സൗരഭാണി പ്രതിസീരാവൃതജാലമണ്ഡലാനി അന്തർഭവനാനി. എങ്ങനെയുള്ള വീടുകളായിരുന്നു, വീടുകളുടെ ഉള്ളിലാണ് ഇരുന്നിരുന്നത് എന്ന് പറയാണ്. സുഭഗ അഗരു ധൂപ സൗരഭാണി, നല്ല ഭംഗിയായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നതായ അഗരു എന്ന് പറഞ്ഞാൽ അകില്, പുകയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അകത്തൊക്കെ അത് പുകച്ച് വയ്ക്കുമ്പോൾ നല്ലൊരു വാസന ഉണ്ടാവും. അകിലും ചന്ദനവും ഒക്കെ ഇങ്ങനെ കത്തിക്കുകയും അല്ലെങ്കിൽ പുകയ്ക്കുകയൊക്കെ ചെയ്താൽ അകത്തൊക്കെ നല്ല വാസന ഉണ്ടാവും. ചെറിയ കൃമി കീടങ്ങളൊക്കെ ഒഴിവായി പോവുകയും ചെയ്യും. ഈ മഞ്ഞുകാലത്ത് അകത്തൊക്കെ ഒരു ചൂടുണ്ടാവാനും ഈ ദുർഗന്ധങ്ങളൊക്കെ അകറ്റാനും അടച്ചിടുകയാണല്ലോ എപ്പോഴും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുകയ്ക്കാറുണ്ട്, അകത്ത് കത്തിച്ച് വെക്കാറുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സാമ്പ്രാണി പോലെ നല്ല വാസനയുള്ളതായ വസ്തുക്കളാണ് ഇത്. പ്രകൃതിയാ കിട്ടുന്നതാണ്. ഒരു ചില മരത്തിൻ്റെയൊക്കെ കൊമ്പും വേരും ഒക്കെയാണ്. അപ്പോൾ അകിലും അതുപോലെ തന്നെ അതിൻ്റെ പുക കൊണ്ട്, അഗരു ധൂപം കൊണ്ട് സൗരഭാണി, നല്ല വാസനയുള്ളതായിട്ടുള്ള, നല്ല വൃത്തിയുള്ള, നല്ല മെച്ചമുള്ളതായ അകില്, അത് പുകയ്ക്കുന്നത് കൊണ്ട്, കത്തിക്കുന്നത് കൊണ്ട് നല്ല വാസനയുള്ളതായ ഗൃഹാന്തർഭാഗങ്ങളോട് കൂടിയതും അന്തർഭാഗങ്ങളോട് കൂടിയ വീട്, ആ വീടുകളിലേക്കാണിത് അന്വയിക്കുന്നത്. അതുപോലെ പ്രതിസീരാവൃതജാലമണ്ഡലാനി, ജാലങ്ങൾ എന്ന് പറഞ്ഞാൽ ജനാലകൾ. ആ ജനാലകൾക്കൊക്കെ കർട്ടൻ ഇട്ടിട്ടുണ്ട്, യവനികകൾ ഇട്ടിട്ടുണ്ട്. അതാണ് പ്രതിസീരങ്ങൾ. കർട്ടനൊക്കെ താഴ്ത്തിയിട്ടിരിക്കുന്നതായ ജാലകമണ്ഡലങ്ങളോടുകൂടിയ വീടിൻ്റെ അകംഭാഗങ്ങൾ. എന്തിനാണ് കർട്ടനൊക്കെ താഴ്ത്തിയിട്ടിരിക്കുന്നത്? തണുപ്പാണ് പുറത്തൊക്കെ, കഠിനമായിട്ടുള്ള തണുപ്പുള്ളത് കൊണ്ട് ജനവാതിലുകൾ അടയ്ക്കുക, കർട്ടൻ താഴ്ത്തിയിടുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ടും ചെയ്യണതാണ്. ഈ ഋതുക്കളുടെ കാഠിന്യം അനുഭവപ്പെടാതിരിക്കാൻ കർട്ടനൊക്കെ താഴ്ത്തിയിടും, യവനികകളൊക്കെ താഴ്ത്തിയിടും, ജനലടക്കുകയൊക്കെ ചെയ്യും. വെയിൽ വരുമ്പോഴും മഴ വരുമ്പോഴും ഒക്കെ ഇതൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കഠിനമായിട്ട് തണുപ്പ് വരുമ്പോഴും സ്ത്രീകൾ എന്ത് ചെയ്തു? വീടൊക്കെ നന്നായി വൃത്തിയായിട്ട് സൂക്ഷിച്ചു, വീടിന് പുക കൊടുത്തു, അത് ആകെ നല്ല സൗരഭമുള്ളതാക്കി തീർത്തു. മാത്രമല്ല ജനാലകളും വാതിലുകളൊക്കെ അടച്ചിട്ടു, കർട്ടനൊക്കെ താഴ്ത്തിയിട്ടു. അതാണ് പ്രതിസീരാവൃതം. പ്രതിസീരങ്ങളാൽ, ഈ യവനികകളാൽ ആവൃതമായിട്ടുള്ള ജാലകമണ്ഡലങ്ങളോടുകൂടിയ, ജനാലകളോട് കൂടിയിട്ടുള്ളതായ അന്തർഭവനാനി, വീടുകളിൽ ഇരുന്നു കൊണ്ട്, വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട്, വേറെ എവിടേക്കും പോയില്ല എന്നർത്ഥം. അതാണ് അന്തർഭവനാനി സേവമാനാ, വീടിൻ്റെ അകംഭാഗത്ത് തന്നെ സേവിച്ചുകൊണ്ട്, അവിടെ തന്നെ ഇരുന്നു കൊണ്ട്, സേവമാന എന്നുള്ളതിന് അവിടെ തന്നെ വർത്തിച്ചുകൊണ്ട്, ഗൃഹാന്തർഭാഗങ്ങളിൽ തന്നെ വർത്തിച്ചുകൊണ്ട്. അബലാന്വിതാഹ യുവാനഃ ഹിമം അജയൻ. അബലാന്വിത യുവാന, അബലകളാൽ അന്വയിക്കപ്പെടുന്നവരായ യുവാക്കൾ. അബലമാരെന്ന് പറഞ്ഞാൽ അവരവരുടെ സ്ത്രീകളെ, ഭാര്യമാരാൽ അന്വിതാഹ എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്നവരായ ഭാര്യമാരെ, ഈ പുരുഷന്മാരെ സേവിക്കണു. അവർ പലപ്പോഴും യാത്രയ്ക്കായിട്ടും പല ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകാറുണ്ട്. അങ്ങനെ അവർക്ക്, ഭാര്യമാർക്ക് ഇവരെ വേണ്ട പോലെ സേവിക്കാൻ സമയം കിട്ടാറില്ല. ഇങ്ങനെ നല്ല മഞ്ഞുകാലമൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ പുരുഷന്മാരിങ്ങനെ അകത്തിരിക്കുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും അവർക്ക് വേണ്ട സുഖ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ട് ഭാര്യമാരാൽ സേവിക്കപ്പെടുന്നവരായിട്ടുള്ള യുവാക്കന്മാർ മഞ്ഞിനെ ജയിച്ചു. അതാണ് ഹിമം അജയൻ.
മഞ്ഞിനെ ജയിച്ചു എന്ന് പറയുമ്പോൾ മഞ്ഞിൻ്റെ കാഠിന്യം അവരെ അറിഞ്ഞില്ല. വീടിന് പുറത്തേക്ക് ഇറങ്ങിയാലല്ലേ മഞ്ഞുണ്ടെന്നോ മഞ്ഞിൻ്റെ ഉപദ്രവം എന്താണെന്നോ മഞ്ഞ് എങ്ങനെയാണ് ബാധിക്കുക എന്നൊക്കെ അറിയുള്ളൂ. എന്നാൽ ഈ പുരുഷന്മാർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് തന്നെ ഇറങ്ങിയില്ല. അതുകൊണ്ട് അവർക്കാർക്കും മഞ്ഞിനെ ശരിക്കും അറിയാൻ കഴിഞ്ഞില്ല, മഞ്ഞിൻ്റെ ശക്തി എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. പക്ഷെ കവി പറയാണ്, ഇവരെ തോൽപ്പിക്കാൻ മഞ്ഞിനും സാധിച്ചില്ല. സാധാരണഗതിയിൽ പുരുഷന്മാരൊക്കെ പുറത്തിറങ്ങുമ്പോൾ അവരെയൊക്കെ മഞ്ഞ് കഠിനമായിട്ട് പ്രഹരിച്ച് അവരെ ക്ഷീണിതരാക്കാറുണ്ട്, വയ്യാതെ ആക്കാറുണ്ട്. പക്ഷേ പുരുഷന്മാരാരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. അവരെ മഞ്ഞിന് തോൽപ്പിക്കാനും സാധിച്ചില്ല. മഞ്ഞിനെ ഈ പുരുഷന്മാർ തോൽപ്പിച്ചു എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 68-ാമത്തെ ശ്ലോകം നോക്കൂ. പ്രസമീക്ഷ്യ ദിശഃ പ്രപന്നഹർഷാഃ ചിരകാലോപനതാം ഹിമർത്തുലക്ഷ്മീം വ്യഹരന്നിവ ധൂസരാ ഹിമാന്യാ വികിരന്ത്യോ ഘനസാരധൂളിജാലം. ആദ്യം പദച്ഛേദം പറയാം. പ്രസമീക്ഷ്യ ദിശ പ്രപന്നഹർഷാഃ ചിരകാലോപനതാം ഹിമർത്തുലക്ഷ്മീം വ്യഹരൻ ഇവ ധൂസരാ ഹിമാന്യാ വികിരന്ത്യ ഘനസാരധൂളിജാലം. ഇവിടെ ആ ഹേമന്ത ഋതുവിൻ്റെ ഒരു ആർമാദം, ഒരു ആനന്ദമൊക്കെയാണ് പറയണത്. ദിക്കുകൾക്കൊക്കെ ആനന്ദം വന്നു. കുറേ കാലമായിട്ട് കാത്തിരിക്കുകയാണ് അത്ര അവർ ഈ മഞ്ഞുകാലത്തിന് അല്ലെങ്കിൽ ഹേമന്തകാലത്തിന്. അതിനെ പറ്റിയിട്ടാണ് പറയണത്. ചിരകാലോപനതാം ഹിമർത്തുലക്ഷ്മീം പ്രസമീക്ഷ്യ പ്രപന്നഹർഷാ ദിശ. ചിരകാല ഉപനതാം, വളരെ കാലത്തിനു ശേഷം വന്നു ചേർന്നവളായ ആരെയോ കാണുന്നത് പോലെ. ഇവിടെ സമാസോക്തി അലങ്കാരമാണ്. വന്നത് മഞ്ഞുകാലമാണെങ്കിലും ഒരു ബന്ധുവിനെ കുറകാലമായിട്ട് കാത്തിരുന്നിട്ട് ആ ബന്ധു വരുമ്പോൾ ഉണ്ടാകുന്നതായ സന്തോഷം വർണ്ണിക്കുന്നത് പോലെയാണ് കവി ഈ ഒരു ശ്ലോകം എഴുതിയിരിക്കുന്നത്. അങ്ങനെ കുറകാലമായിട്ട് പല ഋതുക്കളും കടന്നുപോയി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞുകാലം വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ദിക്കുകൾ. അതാണ് ചിരകാല ഉപനതാം, കുറേ ദീർഘമായിട്ടുള്ള കാലത്തിനു ശേഷം വന്നു ചേർന്നവളായ ഹിമർത്തുലക്ഷ്മീം, മഞ്ഞുകാലത്തിൻ്റെ ഐശ്വര്യത്തെ, ഹിമർത്തുലക്ഷ്മിയെ പ്രസമീക്ഷ്യ, നല്ലവണ്ണം കണ്ടിട്ട് സന്തുഷ്ടരായ, ബഹുവചനാണ്, സ്ത്രീലിംഗമാണ്, സന്തുഷ്ടരായിട്ടുള്ള ദിശ, ദിക്കുകളൊക്കെ തന്നെ. കുറേ കാലം കൂടിയിട്ട് ഒരു പെൺകുട്ടിയെ, തൻ്റെ ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ദിക്കുകൾ, ദിശൗ ദിശഹ എന്നുള്ളതും സ്ത്രീലിംഗമാണ്, ഹിമർത്തുലക്ഷ്മി എന്നുള്ള പദവും സ്ത്രീലിംഗമാണ്. അപ്പോൾ ദിക്കുകളൊക്കെ തന്നെ ആ ഒരു പെൺകുട്ടിയെ കാത്തിരിക്കുകയായിരുന്നു. അവൾ കുറേ കാലത്തിന് ശേഷമാണ് വരണത് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ, കണ്ടപ്പോൾ ഉണ്ടായതായ അമിതമായിട്ടുള്ള ആനന്ദം, അതാണ് വർണ്ണിക്കുന്നത്. ഹിമർത്തുലക്ഷ്മി, ആ ഹിമകാലത്തിൻ്റെ ഐശ്വര്യം വന്നു ചേർന്നപ്പോൾ, അതാണ് പ്രസമീക്ഷ്യ പ്രപന്നഹർഷാഹ ദിശഃ, സന്തോഷം അടക്കാൻ പറ്റാത്തവരായിട്ടുള്ള ദിക്കുകൾ ആ സന്തോഷം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? അവരാകെ ധൂസരകളായി. ഹിമാന്യാ ധൂസര, ഹിമാന്യ എന്ന് പറഞ്ഞാൽ, ഹിമാനി എന്ന് പറഞ്ഞാൽ മഞ്ഞ് കണങ്ങൾ തന്നെയാണ്. ആ മഞ്ഞു കണങ്ങളൊക്കെ, കണങ്ങൾ കൊണ്ടൊക്കെ ധൂസരന്മാർ, ധൂസരമാവുക എന്നൊക്കെ പറഞ്ഞാൽ പൊടി പുരണ്ടതുപോലെ ആവുക. പൊടിയല്ല ഇവിടെ പുരളുന്നത്, മഞ്ഞുതുള്ളികളാണ്. അപ്പോൾ ഒരു ആവി കയറിയതുപോലെ, ഒരു പൊടി കയറിയതുപോലെയൊക്കെ ആവും. അതിങ്ങനെ വീശിയിട്ടാണ്. അതായത് ഇവിടെ സംഭവിച്ചത് ഘനസാരധൂളിജാലം വികിരന്ത്യ ഹിമാന്യാ ധൂസരാ വ്യഹരൻ ഇവ അസൻ. അങ്ങനെ വിഹരിക്കുന്നത് പോലെയായി തീർന്നു. ദിക്കുകളൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട്, ഉന്മാദം കൊണ്ട് ആർത്ത് സന്തോഷിക്കുന്നത് പോലെയായി തീർന്നു. ഘനസാര ധൂളിജാലം, ഘനസാരം എന്ന് പറഞ്ഞാൽ കർപ്പൂരം, കർപ്പൂരത്തിൻ്റെ പൊടി പോലെ ഉള്ളതായ ഹിമാനി, ഘനസാരധൂളിജാലം വികിരന്ത്യ ദിശ. ഘനസാരം പോലെയുള്ളതായ കർപ്പൂരത്തിൻ്റെ പൊടി പോലെയുള്ള മഞ്ഞുകണങ്ങൾ അങ്ങോട്ട് വിതറിയിട്ട്, അതായത് മഞ്ഞ് പെയ്യാണെന്നാണ് അർത്ഥം. പക്ഷെ ദിക്കുകളൊക്കെ മഞ്ഞിനാൽ മഞ്ഞ് മൂടിയിട്ട് ആകെ സന്തോഷം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് പറയണത്. പക്ഷേ ഇവിടെ വർണ്ണിക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി വന്നപ്പോൾ ദിക്കുകളൊക്കെ സന്തോഷിക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ സന്തോഷം കൊണ്ട് ഓരോന്ന് വാരി എറിയും. അതിൽ എന്താണ് വാരി എറിഞ്ഞത്? ചിലപ്പോൾ അരിമണികളോ പൂക്കളൊക്കെ വാരി എറിയുന്നത് പോലെ ഇവിടെ ഈ കർപ്പൂരത്തിൻ്റെ പൊടി പോലെയുള്ളതായ മഞ്ഞിൻ കണങ്ങളാണ് വാരി എറിഞ്ഞത്. അതിങ്ങനെ എല്ലായിടത്തും വാരി എറിയുമ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോഴൊക്കെ ചുറ്റുപാടും ഇങ്ങനെ
ധൂസരങ്ങളായിട്ട് മഞ്ഞു മൂടി ഇങ്ങനെ ചെറിയ ഒരു തടസ്സമുള്ളതായിട്ട് കാഴ്ച അങ്ങടും ഇങ്ങടും തടഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള അങ്ങനെയുള്ളൊരു രൂപത്തിലായി തീർന്നു ദിക്കുകളൊക്കെ തന്നെ. അതാണ് ഘനസാരധൂളിജാലം വികരന്ത്യ ഇവ ഹിമാന്യ ധൂസര വ്യഹരൻ. ഇവ എന്നുള്ളത് ഘനസാരധൂളിജാലം വികിരന്ത്യ ഇവ, ഈ പൊടിമഞ്ഞുകൾ വാരിയെറിയുന്നത് പോലെ ഈ മഞ്ഞു കണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ധൂസരങ്ങളായി തീർന്നു, ഒരു മറയുള്ളതായി തീർന്നു, ചുറ്റുപാടും ചെറിയൊരു മറ, മഞ്ഞിൻ കണങ്ങൾ കൊണ്ടുള്ളൊരു മറയുള്ളവരായി തീർന്നു. അത് വാരിയെറിഞ്ഞത് കൊണ്ടാണ്, സന്തോഷം കൊണ്ട്, ഈ ഹിമർത്തുലക്ഷ്മിയെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം കൊണ്ട് ദിക്കുകളൊക്കെ ഈ കർപ്പൂരം പൊടിഞ്ഞ പോലെയുള്ളതായ മഞ്ഞുതുള്ളികൾ വാരിയെറിഞ്ഞപ്പോൾ അത് അവിടെ തന്നെ നിന്നു എന്നുള്ളതാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ മഞ്ഞുകാലത്തിൻ്റെ സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളാണ്. നമുക്കൊന്നുകൂടി ചൊല്ലാം ശ്ലോകങ്ങൾ. സുഭഗാഗരുധൂപസൗരഭാണി പ്രതിസീരാവൃതജാലമണ്ഡലാനി അജയന്നബലാന്വിതായുവാനോ ഹിമമന്തർഭവനാനി സേവമാന പ്രസമീക്ഷ്യ ദിശഃ പ്രപന്നഹർഷാ ചിരകാലോപനതാം ഹിമർത്തുലക്ഷ്മീം വ്യഹരന്നിവ ധൂസരാ ഹിമാന്യാ വികിരന്ത്യോ ഘനസാരധൂളിജാലം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.